നമസ്കാരം. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ വിദേശ പര്യടന പ്രതിനിധി സംഘം അമേരിക്കയിലെത്തിയിരിക്കുകയാണ്. ശശി തരൂർ നയിക്കുന്ന സംഘം വൈസ് പ്രസിഡന്റ് JD വാൻസിനെ അടക്കം കണ്ടുകഴിഞ്ഞു. വിവിധ ഗ്രൂപ്പുകളുമായി സംവാദം നടത്തിയാണ് തരൂരും സംഘത്തിന്റെയും പ്രയാണം. ഇതിനിടെ ഒരു സംവാദ പരിപാടിയിൽ ശശി തരൂരിനോട് ചോദ്യം ചോദിച്ചത് അദ്ദേഹത്തിന്റെ മകനായിരുന്നു. വാഷിംഗ്ടൺ പോസ്റ്റ് പത്രത്തിന്റെ പ്രതിനിധിയായിട്ടായിരുന്നു തരൂരിന്റെ മകൻ ഇഷാൻ തരൂർ എത്തിയത്. അച്ഛനും മകനും തമ്മിലുള്ള സംസാരം സദസ്സിൽ ചിരി പടർത്തി. ഗ്ലോബൽ അഫയേഴ്സ് കോളമിസ്റ്റായ ഇഷാൻ കൗൺസിൽ ഓൺ ഫോറിൻ റിലേഷൻസിലെ പരിപാടിയിൽ ചോദ്യം ചോദിക്കാനായി എഴുന്നേറ്റപ്പോൾ തന്നെ ഇത് അനുവദിക്കരുത്, എൻ്റെ മകനാണെന്ന് ചിരിയോടെ തരൂർ പറഞ്ഞു. അച്ഛൻ അടുത്ത ദൗത്യത്തിന് തിരികെ മുൻപ് ഒന്ന് കണ്ട് ഹായ് പറയാൻ വന്നതാണെന്ന് തമാശ പറഞ്ഞുകൊണ്ടായിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനുള്ള പങ്കിൻ്റെ തെളിവുകൾ വിദേശ സർക്കാരുകൾ അന്വേഷിച്ചോ എന്ന ഇഷാന്റെ ചോദ്യം. സുവ്യക്തമായ കാരണമില്ലാതെ ഇന്ത്യ സൈനിക നടപടി സ്വീകരിക്കില്ലെന്ന് മറുപടി നൽകിയ തരൂർ തെളിവുകൾ ആരും ചോദിച്ചില്ലെന്ന് വ്യക്തമാക്കി. അളന്നു മുറിച്ച് കൃത്യമായി തന്നെയായിരുന്നു തരൂരിന്റെ മറുപടി. പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ 37 ഭീകരാക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഓരോ തവണയും അവർ പങ്കാളിത്തം നിഷേധിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ആരും ഞങ്ങളോട് തെളിവ് ചോദിച്ചില്ല, പക്ഷേ മാധ്യമങ്ങളാണ് ആവശ്യപ്പെട്ടത്. ശക്തമായ തെളിവുകളില്ലാതെ സൈനിക നടപടികൾ നടത്താൻ കഴിയുന്ന ഒരു രാജ്യമല്ല ഇന്ത്യ. പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ 37 ഭീകരാക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഓരോ തവണയും അവർ പങ്കാളിത്തം നിഷേധിച്ചിട്ടുണ്ട്. തങ്ങളുടെ രാജ്യത്ത് ലാദന്റെ സാന്നിധ്യവും അവർ നിഷേധിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ അദ്ദേഹത്തെ കണ്ടെത്തിയെന്നും തരൂർ പറഞ്ഞു. പൂർണ്ണ ആത്മവിശ്വാസം നേടിയതിനു ശേഷമാണ് ഇന്ത്യ നടപടിയെടുത്തതെന്നും പാകിസ്ഥാൻ തുടർച്ചയായി തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്നുണ്ടെന്ന് അന്താരാഷ്ട്ര സമൂഹവും അറിഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഒസാമ ബിൻ ലാദന്റെയും മുംബൈ ഭീകരാക്രമണങ്ങളുടെയും ഉദാഹരണം ഉദ്ധരിച്ച തരൂർ പാകിസ്ഥാൻ തീവ്രവാദികളെ അയക്കുകയും പിന്നീട് ഉപേക്ഷിക്കുകയും ചെയ്തുവെന്നും വ്യക്തമാക്കി. ഇതോടൊപ്പം ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ മധ്യസ്ഥത വഹിക്കുമെന്ന അമേരിക്കയുടെ വാദത്തെ തരൂർ പൂർണ്ണമായി നിരാകരിച്ചു. മധ്യസ്ഥത എന്ന വാക്ക് തന്നെ നമുക്ക് സ്വീകാര്യമല്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഒരു വശത്ത് പാകിസ്ഥാൻ തീവ്രവാദത്തിന് അഭയം നൽകുന്ന രാജ്യമാണെന്നും മറുവശത്ത് ജനാധിപത്യ ഇന്ത്യയാണെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു. രണ്ടും തമ്മിൽ ഒരു താരതമ്യവുമില്ലെന്നും തരൂർ പറഞ്ഞു. മെയ് 24 ആരംഭിച്ച യാത്രയിൽ പനാമ, ഗയാന, കൊളംബിയ, ബ്രസീൽ എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ച ശേഷമാണ് തരൂരിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം വാഷിംഗ്ടണിലെത്തിയത്. വാഷിംഗ്ടൺ പോസ്റ്റിന്റെ വിദേശകാര്യ കോളമിസ്റ്റായ ഇഷാൻ തരൂരിന് അന്താരാഷ്ട്ര മാധ്യമ പുരസ്കാരം അടക്കം ലഭിച്ചിട്ടുണ്ട്. അമേരിക്കൻ അക്കാദമി ഓഫ് ഡിപ്ലോമസി ഏർപ്പെടുത്തിയ ആർതർ റോസ് മീഡിയ അവാർഡാണ് ഇഷാൻ തരൂരിന് ലഭിച്ചത്. നയതന്ത്രം, വിദേശകാര്യം എന്നീ വിഷയങ്ങളിൽ റിപ്പോർട്ടിംഗും വിശകലനവും നടത്തുന്ന വ്യക്തികൾക്കോ സംഘങ്ങൾക്കോ സ്ഥാപനങ്ങൾക്കും നൽകുന്ന പുരസ്കാരമാണ് ആർതർ റോസ് മീഡിയ അവാർഡ്. 2014 മുതൽ വാഷിംഗ്ടൺ പോസ്റ്റിൽ ജോലി ചെയ്യുകയാണ് ഇഷാൻ തരൂർ. നേരത്തെ ടൈം ആഗസ്റ്റിന്റെ സീനിയർ എഡിറ്ററായും പ്രവർത്തിച്ചിട്ടുണ്ട്. അതേസമയം ഭീകരവാദത്തിലൂടെ ഇന്ത്യയെക്കാൾ കൂടുതൽ ജീവൻ തങ്ങൾ നഷ്ടപ്പെട്ടുവെന്ന് US-ലെത്തി സമർത്ഥിക്കാൻ ശ്രമിച്ച പാകിസ്ഥാൻ സംഘത്തെയും തരൂർ രൂക്ഷമായി വിമർശിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാൻ ഇന്ത്യൻ സംഘം US-ലെത്തിയ സമയത്ത് തന്നെയാണ് പാകിസ്ഥാൻ തങ്ങളുടെ ഭാഗം വിശദീകരിക്കാൻ എത്തിയത്. മുൻ പാക് വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോയുടെ നേതൃത്വത്തിലുള്ള പാക് സംഘം തങ്ങളും തീവ്രവാദത്തിന്റെ ഇരകളാണെന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കവെയാണ് തരൂരിന്റെ കടുത്ത വിമർശനം. തങ്ങളും ഭീകരപ്രവർത്തനത്തിന്റെ ഇരകളാണെന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെടാൻ പോകുന്നത്. ഭീകരാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇന്ത്യയിലേക്കാൾ പാകിസ്ഥാനിലാണ് കൂടുതൽ. ആരുടെ തെറ്റാണിത്? 10 കൊല്ലം മുൻപ് ഹിലാരി ക്ലിന്റൺ പറഞ്ഞ പ്രശസ്തമായ ഒരു പ്രസ്താവനയുണ്ട്: നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വിഷപ്പാമ്പുകളെ വളർത്തിയാൽ അത് അയൽക്കാരെ മാത്രമേ കടിക്കൂ എന്ന് ഒരിക്കലും കരുതരുത്. പാകിസ്ഥാൻ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന ഭീകരാക്രമണങ്ങൾ അങ്ങനെ സംഭവിച്ചതാണ്. പാകിസ്ഥാനിൽ ആക്രമണങ്ങൾ നടത്തുന്ന തെഹ്രീക്കെ താലിബാൻ എങ്ങനെയുണ്ടായി? താലിബാനിൽ നിന്ന് വേർപെട്ടാണ് തെഹ്രീക്കെ താലിബാൻ ഉണ്ടായത്. താലിബാനെ സൃഷ്ടിച്ചതാരാണ്? എല്ലാവർക്കും അതിന് ഉത്തരം അറിയാം. നിരപരാധിത്വം വാദിക്കും മുൻപ് പാകിസ്ഥാൻ ആത്മപരിശോധന നടത്തണമെന്നും തരൂർ പറഞ്ഞു.